നമസ്കാരം, ഞാൻ ആഷ്മി തോമസ്. ഷിക്കിന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹമാസ് ഭീകരർക്ക് നിരായുധീകരണത്തിനായി 60 ദിവസത്തെ സമയം നൽകുമെന്നും അല്ലെങ്കിൽ ഗാസയിൽ വീണ്ടും യുദ്ധം ആരംഭിക്കുമെന്നും ഇസ്രായേൽ ക്യാബിനറ്റ് സെക്രട്ടറി യോസി ഫൂക്സ് പറഞ്ഞു. 60 ദിവസത്തെ കാലയളവാണ് US ഭരണകൂടം ആവശ്യപ്പെട്ടത്. ഞങ്ങൾ അതിനെ ബഹുമാനിക്കുന്നു. റൈഫിളുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ആയുധങ്ങളും ഹമാസ് ഉപേക്ഷിക്കേണ്ടി വരും. ഫെബ്രുവരി 19 US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന സമിതിയുടെ യോഗം കഴിയുന്നതോടെ ഹമാസിന്റെ ദിനങ്ങൾ എണ്ണപ്പെടുമെന്നും യോസി ഫൂക്സ് വ്യക്തമാക്കി. ഹമാസ് ഭീകരർ ആയുധങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറായില്ലെങ്കിൽ IDF ദൗത്യം ഏറ്റെടുത്ത് പൂർത്തിയാക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ജൂണിൽ നടക്കാൻ സാധ്യതയുള്ള ഇസ്രായേലി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഹമാസിനെ നിരായുധീകരിക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. തെക്കൻ ഗാസയിലെ റാഫയിലെ ഒരു തുരങ്കത്തിൽ ഒളിച്ചിരുന്ന 6 ഹമാസ് ഭീകരരെ കഴിഞ്ഞയാഴ്ച വധിച്ചതായി IDF അറിയിച്ചു. വെടിനിർത്തൽ രേഖയുടെ ഇസ്രായേൽ അതിർത്തി ഭാഗത്ത് വെച്ചാണ് സൈന്യം ഭീകരരെ വധിച്ചത്. പ്രദേശത്തെ ഒരു തുരങ്കത്തിൽ നിന്ന് ഭീകരർ വെടിയുതിർത്തതോടെ സൈന്യവുമായി ഏറ്റുമുട്ടലുണ്ടാവുകയായിരുന്നു. കിഴക്കൻ റാഫ പ്രദേശത്ത് ഡസൻ കണക്കിന് ഹമാസ് ഭീകരർ തുരങ്കത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. സമീപ മാസങ്ങളിൽ അവരിൽ 50 പേരെ കൊല്ലുകയോ പിടികൂടുകയോ ചെയ്തതായി IDF റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തുരങ്കങ്ങളിലെ ഭീകരരെ ഇല്ലാതാക്കുന്നതിനായി പ്രദേശത്ത് പ്രവർത്തനം തുടരുകയാണെന്ന് IDF പറഞ്ഞു. ഭീകരരുടെ ആയുധശേഖരവും സൈന്യം പ്രദേശത്ത് നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അസോൾട്ട് റൈഫിളുകൾ, RPG, സ്ഫോടക വസ്തു എന്നിവയാണ് സൈന്യം കണ്ടെത്തിയത്. ഹോർമൂസ് കടലിടുക്കിൽ സൈനിക അഭ്യാസം ആരംഭിച്ച് ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകൾ. US-മായുള്ള വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് IRGCയുടെ സൈനിക അഭ്യാസം. സ്മാർട്ട് കൺട്രോൾ ഓഫ് ഹോർമൂസ് സ്ട്രേറ്റ് എന്ന് പേരിട്ടിരിക്കുന്ന സൈനിക അഭ്യാസങ്ങൾ IRGC മേധാവിയുടെ മേൽനോട്ടത്തിൽ നാവികസേനയാണ് നടത്തുന്നത്. അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചതോടെ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് ഉപരോധിക്കുമെന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഒമാനിനും ഇറാനും ഇടയിലുള്ള ഒരു പ്രധാന ജലപാതയാണ് ഹോർമൂസ് കടലിടുക്ക്. ഇത് പേർഷ്യൻ ഗൾഫിനെ ഒമാൻ ഉൾക്കടലുമായും അറേബ്യൻ കടലുമായും ബന്ധിപ്പിക്കുന്നു. US എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷൻ ഇതിനെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത ചെക്ക് പോയിന്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ടുതന്നെ IRGCയുടെ നാവിക അഭ്യാസങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഇറാനുമായി ബന്ധമുള്ളതും അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയതുമായ 3 എണ്ണക്കപ്പലുകൾ ഈ മാസം ആദ്യം ഇന്ത്യൻ തീരദേശ അധികൃതർ പിടിച്ചെടുത്തതായി റിപ്പോർട്ട്. ഇന്ത്യ-US ബന്ധം മെച്ചപ്പെട്ട സാഹചര്യത്തിലാണ് ഈ നടപടി. ഫെബ്രുവരി 6 ഉപരോധം ലംഘിച്ച് ഇറാനിയൻ എണ്ണ കടത്തിയ സ്റ്റെല്ല റൂബി, അസ്വാലറ്റ് സ്റ്റാർ, അൽ ജാഫ്സിയ എന്നീ കപ്പലുകൾ പിടിച്ചെടുത്തത്. ഇന്ത്യയും അമേരിക്കയും പുതിയ വ്യാപാര കരാർ പ്രഖ്യാപിച്ച അതേ ദിവസം തന്നെയാണ് ഈ നടപടിയുണ്ടായത്. മുംബൈ തീരത്തുനിന്ന് 100 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ഈ കപ്പലുകൾ തടഞ്ഞതെന്ന് തീരദേശ അധികൃതർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചിരുന്നുവെങ്കിലും പിന്നീട് ഈ പോസ്റ്റ് നീക്കം ചെയ്തു. ഈ കപ്പലുകൾ തിരിച്ചറിയപ്പെടാതിരിക്കാൻ നിരന്തരം പേരുകൾ മാറ്റിയിരുന്നതായും ഈ വീഡിയോ ഉടമകൾ വിദേശികളാണെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള ഗവേഷണ സ്ഥാപനത്തിന്റെ റിപ്പോർട്ട് പ്രകാരം UAE ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജോഗീന്ദർ സിംഗ് ബ്രാർ എന്ന ഇന്ത്യൻ പൗരൻ നിയന്ത്രിക്കുന്ന 30 കപ്പലുകളിൽ ഉൾപ്പെട്ടവയാണ് ഇവ. ഇറാനിയൻ സാമ്പത്തിക മേഖലയിലെ ഇടപെടലുകൾ കാരണം ഇദ്ദേഹത്തെ 2025 ഏപ്രിലിൽ അമേരിക്ക കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. പിടിച്ചെടുക്കുമ്പോൾ സ്റ്റെല്ല റൂബി ഇറാനിയൻ പതാകയാണ് ഉപയോഗിച്ചിരുന്നത്. സിറിയയിലെ തടങ്കലിൽ നിന്ന് തിരിച്ചയച്ച ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരുമായി ബന്ധമുള്ള ഓസ്ട്രേലിയൻ പൗരന്മാർക്ക് സഹായം നിഷേധിച്ച് പ്രധാനമന്ത്രി ആന്റണി അൽബനീസ്. IS ഭീകരരുമായി ബന്ധമുള്ള 34 സ്ത്രീകളെയും കുട്ടികളെയുമാണ് റോജി ക്യാമ്പിൽ നിന്ന് മോചിപ്പിച്ച് കുർദിഷ് സൈന്യം തിരിച്ചയക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഒരു ഖിലാഫത്ത് സ്ഥാപിക്കാൻ വിദേശത്തേക്ക് പോയ ആളുകളോട് ഒരു സഹതാവുമില്ലെന്ന് ആന്റണി അൽബനീസ് വ്യക്തമാക്കി. കുട്ടികളെയും ഇത് ബാധിക്കുന്നുണ്ട് എന്നത് നിർഭാഗ്യകരമാണ്. എങ്കിലും ഓസ്ട്രേലിയ ഇവർക്ക് ഒരു പിന്തുണയും നൽകില്ല. ഓസ്ട്രേലിയയിലേക്ക് മടങ്ങിയെത്തിയ ഏതൊരു പൗരനും കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിന്റെ മുഴുവൻ ശക്തിയും നേരിടേണ്ടി വരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇതോടെ ഇവരെ വീണ്ടും റോജി ക്യാമ്പിലേക്ക് മാറ്റി. വിദേശ ജിഹാദികളുടെ ബന്ധുക്കളെ തടവിലാക്കിയിരിക്കുന്ന റോജി ക്യാമ്പ് ഇപ്പോഴും കുർദിഷ് സേനയുടെ നിയന്ത്രണത്തിലാണ്. 50ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള ഏകദേശം 2200 പേരാണ് തടവിൽ കഴിയുന്നത്. സിറിയയിലെ IS ഭീകരരെ വിവാഹം കഴിക്കാൻ രാജ്യത്തെത്തിയ സ്ത്രീകളാണ് ഇവരിൽ ഭൂരിഭാഗവും.
നൈജീരിയയിലെ ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെ പോരാടാൻ സൈനികർക്ക് പരിശീലനം നൽകുന്നതിനായി ഏകദേശം 100 US സൈനികരും ആയുധങ്ങളും രാജ്യത്തെത്തിയതായി നൈജീരിയൻ സൈന്യം അറിയിച്ചു. സൈനിക പരിശീലനം, സാങ്കേതിക സഹായം, രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കിടൽ എന്നിവയിൽ സഹായം ആവശ്യപ്പെട്ട് നൈജീരിയൻ സർക്കാർ US ഭരണകൂടത്തെ സമീപിച്ചതിനെ തുടർന്നാണ് നടപടി. സൈനിക പരിശീലനത്തിന് മാത്രമാണ് US സൈനികർ നൈജീരിയയിൽ എത്തിയതെന്നും ഇവർ യുദ്ധത്തിൽ ഏർപ്പെടുകയോ നേരിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടുകയോ ചെയ്യില്ലെന്നും നൈജീരിയയുടെ പ്രതിരോധ ആസ്ഥാനത്തിന്റെ വക്താവ് സമീല ഉബ പറഞ്ഞു. നൈജീരിയയുടെ സുരക്ഷാ സ്ഥിതിഗതികളെക്കുറിച്ച് ട്രംപ് ഭരണകൂടത്തിന്റെ വിമർശനത്തെ തുടർന്നാണ് US സേനയുടെ വരവ്. ഡിസംബറിൽ രാജ്യത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട തീവ്രവാദികൾക്കെതിരെ US സേന വ്യോമാക്രമണം നടത്തിയിരുന്നു. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യൻ സൈന്യത്തെ തുരത്തി വലിയ മുന്നേറ്റം നടത്തി യുക്രൈൻ. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ 200ഓളം ചതുരശ്ര കിലോമീറ്റർ പ്രദേശങ്ങളാണ് യുക്രൈൻ സൈന്യം തിരിച്ചുപിടിച്ചത്. അതേസമയം റഷ്യൻ സൈന്യത്തിന്റെ വാർത്താവിനിമയ സംവിധാനങ്ങൾ തകർന്നത് യുക്രൈന് വലിയ നേട്ടമായി മാറി. യുക്രൈനിലെ വൈദ്യുത നിലയങ്ങൾ ലക്ഷ്യമിട്ട് റഷ്യ കൂടുതൽ ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുന്നതായി പ്രസിഡന്റ് സെലൻസ്കി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. റഷ്യൻ ആക്രമണത്തിൽ യുക്രൈനിൽ കൊല്ലപ്പെടുന്ന സാധാരണക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാനായി റഷ്യയും യുക്രൈനും എത്രയും വേഗം ധാരണയിലെത്തണമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ സമാധാന ചർച്ചകളിൽ പുരോഗതി ഉണ്ടാകുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി താരിഖ് റഹ്മാൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ധാക്കയിലെ ഔദ്യോഗിക വസതിയിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദീർഘകാലത്തെ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഒടുവിൽ നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ BNP സഖ്യം നേടിയ ഉജ്ജ്വല വിജയത്തിന് പിന്നാലെയാണ് താരിഖ് റഹ്മാൻ ഭരണസാരഥ്യം ഏറ്റെടുത്തത്. 2 പതിറ്റാണ്ടിന് ശേഷമാണ് BNP രാജ്യത്ത് വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തുന്നത്. കഴിഞ്ഞ 35 വർഷത്തിനിടയിൽ ബംഗ്ലാദേശിൽ പ്രധാനമന്ത്രി പദത്തിലെത്തുന്ന ആദ്യ പുരുഷനെന്ന പ്രത്യേകതയും താരിഖ് റഹ്മാനുണ്ട്. മുൻ പ്രധാനമന്ത്രി ഖാലിദാസിയുടെ മകനായ താരിഖ് റഹ്മാൻ രാജ്യത്തെ ജനാധിപത്യ പാതയിലേക്ക് തിരികെ എത്തിക്കുമെന്നും വികസനം ഉറപ്പാക്കുമെന്നും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പറഞ്ഞു. ജർമ്മനിയിൽ 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ഭരണകക്ഷിയായ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി. കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി പ്രായം തെളിയിക്കുന്ന രേഖകൾ നിർബന്ധമാക്കാനാണ് സർക്കാരിന്റെ പുതിയ നീക്കം. നിയമം ലംഘിക്കുന്ന കമ്പനികൾക്കെതിരെ കടുത്ത പിഴയും നിരോധനവും ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പാർട്ടി പുറത്തിറക്കിയ നയരേഖയിൽ വ്യക്തമാക്കി. 16 വയസ്സിന് താഴെയുള്ളവർക്ക് പ്രത്യേക യൂത്ത് വെർഷൻ പ്ലാറ്റ്ഫോമുകൾ മാത്രമേ അനുവദിക്കാവൂ എന്നും നിർദ്ദേശമുണ്ട്. കുട്ടികളെ ഇതിന് അടിമകളാക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ തനിയെ പ്ലേ ചെയ്യുന്ന സംവിധാനവും തുടർച്ചയായി താഴേക്ക് നീക്കിക്കാണുന്ന രീതിയും ഒഴിവാക്കണം. രക്ഷിതാക്കളുടെ അനുമതിയോടും ഡിജിറ്റൽ രേഖകളുടെ സഹായത്തോടും കൂടി മാത്രമേ ഈ പ്രായത്തിലുള്ളവർക്ക് ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയൂ. ഇന്റർനെറ്റ് സ്വാതന്ത്ര്യം അത്യാവശ്യമാണെങ്കിലും സമൂഹത്തിൽ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് പുതിയ നിയന്ത്രണങ്ങൾ ആവശ്യമാണെന്ന് പാർട്ടി അധ്യക്ഷൻ ലാർസ് ക്ലിംബെയിൽ പറഞ്ഞു. ഷെക്കീന വേൾഡ് ടുഡേ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.